മൊഡ്യൂൾ 3-ലെ എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ് എന്ന ഏരിയ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ജാവൻ്റെ അകത്ത് നമ്മൾ പറയുകയാണെങ്കിൽ എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ആവശ്യകത എന്താണ്? ഓക്കെ, യഥാർത്ഥത്തിൽ എക്സെപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കുക. ഓക്കെ, ഇപ്പം ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവും. നിങ്ങളൊരു ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എന്തൊരു എറർ വന്നിട്ട് നിങ്ങളെ ഗെയിം എന്ത് ചെയ്തു, എക്സിറ്റ് ആയിപ്പോയി, ക്രാഷ് ആയിപ്പോയി. ഓക്കെ, അതാണ് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എന്തെങ്കിലും കാര്യം വന്നു കഴിഞ്ഞാൽ പ്രോഗ്രാം മൊത്തം ക്രാഷ് ആയിപ്പോകും. അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു ഒരു ബില്ലിംഗ് സോഫ്റ്റ്വെയർ യൂസ് ചെയ്യണം. അപ്പോൾ സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ബില്ലിംഗ് എൻട്രി ചെയ്ത് പോകുന്ന സമയത്ത് എന്ത് ചെയ്തു, നിങ്ങളുടെ പ്രോഗ്രാം എക്സിറ്റ് ആയിട്ട് പോയി എന്ന് വിചാരിക്കുക. മനസ്സിലാവുണ്ടോ? അപ്പം അങ്ങനെയുള്ള കേസിലൊക്കെയാണ് നമ്മൾ എന്ത് പറയുക, എക്സെപ്ഷൻ സംഭവിച്ചു എന്ന് പറയാം. അതായത് എന്തോ പ്രത്യേക സാഹചര്യം കൊണ്ട് പ്രത്യേകിച്ച് ഒരു കാരണം നിങ്ങൾക്ക്, അതായത് യൂസ് ചെയ്യുന്ന ആൾക്ക് എന്ത് മനസ്സിലാവില്ല, എന്താണ് ഇഷ്യൂ മനസ്സിലാവില്ല, പക്ഷെ പ്രോഗ്രാം ക്രാഷ് ആയി പോകും ഇൻ ബിറ്റ്വീൻ. ഓക്കെ, അപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ഒരു പ്രോഗ്രാം എഴുതാണ്. ഓക്കെ, system.out. പ്രിന്റ് എക്സ്. എക്സിൻ്റെ വാല്യൂ പ്രിന്റ് ചെയ്യാണ്, ഇൻറ്റ് എക്സ്. ഓക്കെ, ഇൻറ്റ് എക്സ് ഡിക്ലെയർ ചെയ്തു. ഓക്കെ, ഇനി ന്യൂ സ്കാനർ, അതായത് നമ്മൾ ഇതിലേക്കൊരു വാല്യൂ റീഡ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് ഇൻറ്റ്, അതായത് ഒരു ഇൻറ്റീജർ വാല്യൂ നമ്മൾ റീഡ് ചെയ്യണം. ഓക്കെ, എക്സ് ഈക്വൽ ടു, ഇങ്ങനെ ഒരു എക്സ് വാല്യൂ റീഡ് ചെയ്യണം. അപ്പം യൂസറോട് നമുക്കൊരു മെസ്സേജ് കൊടുക്കാം, എൻ്റർ എ ഇൻറ്റീജർ വാല്യൂ. ഓക്കെ, എൻ്റർ എ ഇൻറ്റീജർ വാല്യൂ യൂസറോട് പറയണം. ഓക്കെ, ഇനി നമ്മളിത് റൺ ചെയ്യുമ്പോൾ ഓക്കെ, നമ്മളോട് പറയാം ഒരു ഇൻറ്റീജർ വാല്യൂ പ്രിൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ അടുത്ത് പറയാം, എൻ്റർ ഇൻറ്റീജർ വാല്യൂ. ബട്ട് നമ്മൾ കൊടുക്കുന്നത് ഒരു ഇൻറ്റീജർ അല്ലാത്ത വാല്യൂ ആണ് കൊടുക്കുക, ഡബ്ല്യു നമ്മൾ കൊടുത്തത്. അപ്പോൾ അവിടെ എന്ത് ചെയ്തു, ഒരു എക്സെപ്ഷൻ സംഭവിച്ചു അല്ലേ. അപ്പോൾ നമ്മൾ നമ്മുടെ പ്രോഗ്രാമിൻ്റെ താഴെയും ഒരുപാട് കാര്യങ്ങളുണ്ടെങ്കിൽ, ഇപ്പോൾ 100 ലൈനുള്ള പ്രോഗ്രാമാണെന്ന് വിചാരിക്കുക. ഓക്കെ, അതിൻ്റെ ഇൻ ബിറ്റ്വീനിൽ എന്ത് ചെയ്തു, നമ്മുടെ പ്രോഗ്രാം എക്സിറ്റ് ആയിട്ട് പോകും. അപ്പം താഴെയുള്ള 99 ലൈനും റൺ ചെയ്യാതെ പ്രോഗ്രാം മൊത്തം ഔട്ടായിട്ട് പോകും. ഓക്കെ, അതായത് നമ്മുടെ ഒരു പ്രത്യേക ആപ്ലിക്കേഷൻ ഉണ്ടാക്കി, ഇപ്പോൾ നിങ്ങൾ വാട്സപ്പ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ക്രാഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് വിചാരിക്കുക. അപ്പോൾ അത് യൂസ് ചെയ്യുന്ന യൂസർക്ക് മനസ്സിലാവും എന്ത്, അത് ഈ പ്രോഗ്രാം വളരെ മോശപ്പെട്ട പ്രോഗ്രാമാണ്, കാരണം അതിൻ്റെ എന്ത് ചെയ്തിട്ടില്ല, എക്സെപ്ഷൻസ് ഹാൻഡിൽ ചെയ്തിട്ടില്ല എന്ന് നമ്മൾ പറയാം. ഓക്കെ, അപ്പോൾ എക്സെപ്ഷൻ ഹാൻഡിൽ ചെയ്യാൻ നമ്മൾ ട്രൈ ക്യാച്ച് എന്നുള്ള ഒരു സിസ്റ്റം നമുക്ക്. ഓക്കെ, ട്രൈ ക്യാച്ച് എന്നുള്ള സിസ്റ്റം അത് കൊടുത്തു കഴിഞ്ഞാൽ ഇതേപോലെ എന്ത് ചെയ്യില്ല, ടോട്ടലി എക്സിറ്റ് ആയിട്ട് പോകില്ല. ആ ഒരു പെർട്ടിക്കുലർ ഭാഗത്ത് മാത്രം എന്ത് ചെയ്യും, ഒരു ട്രൈ ക്യാച്ച് എന്നുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുക. അതിങ്ങനെ കൊടുക്കുക, ട്രൈ. ഓക്കെ, ഒരു പെർട്ടിക്കുലർ കാര്യം ട്രൈ ചെയ്യാൻ നമ്മൾ പറയും. ഓക്കെ, ട്രൈ ചെയ്തിട്ട് അവിടെ എന്തെങ്കിലും ആ ഒരു പെർട്ടിക്കുലർ ബ്ലോക്കിനുള്ളിൽ എന്തെങ്കിലും എറർ വന്നു കഴിഞ്ഞാൽ ഓക്കെ, നമ്മൾ എന്ത് ചെയ്യും, ഒരു പെർട്ടിക്കുലർ മെസ്സേജ് പ്രിന്റ് ചെയ്യും, എക്സെപ്ഷൻ ഇ. ഓക്കെ, ഇത്ര സിമ്പിളാണ് ട്രൈ ക്യാച്ച് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇവിടെ എറർ വരാൻ സാധ്യത ഉണ്ട്. അപ്പോൾ നമ്മളിവിടെ ട്രൈ ക്യാച്ച് കൊടുത്തു. ഓക്കെ, ഇവിടെ അല്ല, മുകളിൽ ട്രൈ എന്നുള്ള ബ്ലോക്കിൻ്റെ അകത്താണ് ട്രൈ. ഓക്കെ, നമ്മൾ എറർ വരാൻ സാധ്യതയുള്ള കാര്യം കൊടുത്തത്. ഫൈൻ. ഇനി ഇതിന് ശേഷം നമ്മൾ എന്ത് ചെയ്തു, എക്സെപ്ഷനിൽ കൊടുക്കും. അപ്പോൾ നമ്മളിവിടെ ഒരു എറർ വന്നു കഴിഞ്ഞാൽ നമ്മളിവിടെ കൊടുക്കും system.out.println നമ്മൾ കൊടുക്കാം get message. ഓക്കെ, അപ്പം ഈ മെസ്സേജിൻ്റെ അകത്ത് ഉണ്ടാവും എന്ത് എററാണ് അവിടെ ഒക്കർ ചെയ്തെന്നുള്ളത്. ഓക്കെ, നമ്മൾ എക്സിന് എക്സ് ഈക്വൽ ടു 0 എന്ന് ഇനീഷ്യലൈസ് ചെയ്യണം. ഓക്കെ, എന്നിട്ട് നമ്മളിവിടെ എക്സിനെ റീഡ് ചെയ്യാണ്. അപ്പോൾ എക്സിനെ റീഡ് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുന്നത് എന്താ വെച്ചാൽ ട്രൈ എന്നുള്ള ബ്ലോക്ക്. ഓക്കെ, ഇങ്ങനെയാണ് കൊടുക്കുക, ട്രൈ എന്നുള്ള ബ്ലോക്ക്, ട്രൈ എന്ന് കൊടുത്തു, ഓപ്പൺ ക്ലോസ്. ഫൈൻ. അതിൻ്റെ അകത്ത് നമ്മൾ എന്ത് ചെയ്തു, ഇവിടെ എറർ വരാൻ സാധ്യതയുള്ള, അതായത് റൺ ചെയ്യുന്ന സമയത്ത് യൂസറുടെ അബദ്ധം കൊണ്ട്
മിസ്റ്റേക്ക് വരാൻ സാധ്യതയുള്ള ഏരിയ നമ്മൾ എന്ത് ചെയ്തു, ഒരു ട്രൈ ബ്ലോക്കിൻ്റെ അകത്ത് കൊടുത്തു. ഇനി ആ ട്രൈ ബ്ലോക്കിൻ്റെ അകത്ത് ഇപ്പം ഇതിൻ്റെ അകത്ത് എത്ര ലൈൻസും വരാം, ട്രൈ ബ്ലോക്കിൻ്റെ അകത്ത് ഇപ്പം ഒരു 100 ലൈനോ 50 ലൈനോ അത്രയും വരാം. ഇനി ഈ ബ്ലോക്കിൻ്റെ അകത്ത് മാത്രം ഏതെങ്കിലും ഒരു പോയിന്റിൽ എറർ വന്നു കഴിഞ്ഞാൽ, ഇപ്പം ഇതിൻ്റെ അകത്ത് ഒരു 50 ലൈൻ ഉണ്ട് വിചാരിക്കുക ഈ ഒരു ബ്ലോക്കിൻ്റെ അകത്ത്. അപ്പം അതിൽ എത്രാമത്തെ ലൈനിലാണോ ഇഷ്യൂ വരുന്നത് അവിടെ എത്തിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും, എറർ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ക്യാച്ചിലേക്ക് പോകും. അതിനാണ് നമ്മൾ നോർമലി ട്രൈ ക്യാച്ച് രൂപം പറയാം. ഓക്കെ, എന്നിട്ട് ഇവിടെ എന്താണ് എറർ എന്നുള്ളത് എന്ത് ചെയ്യും, ആ എറർ ഇവിടെ പ്രിന്റ് ചെയ്ത് കാണിക്കും. അതല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ലോഗ് ചെയ്യാം, അതായത് ഫയലൊക്കെ എഴുതി വെക്കാം. ഓക്കെ, അപ്പം ആ ഫയൽ നമുക്ക് സെർവർക്ക് സെൻഡ് ചെയ്യാം. അപ്പം പ്രോഗ്രാമർക്ക് മനസ്സിലാവും എന്ത്, ആ പ്രോഗ്രാം റൺ ചെയ്തപ്പോൾ എവിടെയാണ് എറർ വന്നതൊക്കെ. നമുക്കിന്ന് റൺ ചെയ്ത് നോക്കാം. റൺ ഫയൽ, എൻ്റർ വാല്യൂ. ഓക്കെ, ഞാനൊരു നമ്പർ കൊടുത്ത് W എന്നാണ് കൊടുത്തത്. അപ്പോൾ ഇവിടെ എന്ത് സംഭവിച്ചു, ഇവിടെ ഒരു മെസ്സേജ് വന്നു, ഇന്ന ആളെന്നുള്ള മെസ്സേജ് വന്നില്ലേ, e.get മെസ്സേജ് ആണ്. ഓക്കെ, അതിൽ നമുക്ക് എന്ത് ചെയ്യാം, പ്രിന്റ് സ്റ്റാക്ക് ട്രേസ് ഇങ്ങനെ കൊടുക്കാം. അപ്പം അവിടെ ഒന്ന് എറർ ടോട്ടൽ എന്ത് ചെയ്യും, നമുക്ക് പ്രിന്റ് ചെയ്ത് കാണിക്കും. വീണ്ടും എൻ്റർ വാല്യൂ, നമ്മൾ വാല്യൂ തെറ്റിച്ച് കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ അവിടെ ഇതാണ് സ്റ്റാക്ക് ട്രേസ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്ത് എന്താ അവിടെ കാണിക്കുന്നത്, അവിടെ ഒരു എറർ വന്നിട്ടുണ്ടെന്ന് കാണിക്കും. സിമിലർലി നമുക്ക് പറഞ്ഞു കൊടുക്കാം. ഓക്കെ, ചില സമയത്ത് നിർബന്ധമായിട്ട് കൊടുക്കാൻ പറയും, അല്ലെങ്കിൽ നമുക്ക് കൊടുക്കാം ത്രോസ് എന്ന് പറയും, ത്രോസ് എക്സെപ്ഷൻ. ഈ ഫംഗ്ഷൻ എക്സെപ്ഷൻ വരാൻ സാധ്യത ഉണ്ട് എന്ന് നമ്മൾ എന്ത് ചെയ്യണം, കമ്പൈലർ പറഞ്ഞു കൊടുക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഏത് ഫംഗ്ഷൻ്റെ അകത്താണ് നമ്മൾ ഈ ട്രൈ ക്യാച്ച് കൊടുക്കുന്നത് അല്ലെങ്കിൽ എറർ വരാൻ സാധ്യത ഉള്ളത്, ആ ഫംഗ്ഷൻ മൊത്തത്തിൽ നമ്മൾ എന്ത് ചെയ്യുക, ത്രോസ് എക്സെപ്ഷൻ എന്ന് കൊടുക്കുക. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് നമ്മളൊരു സിമ്പിൾ ട്രൈ ക്യാച്ചിൻ്റെ ഒരു രൂപം വരുന്നത്. ഓക്കെ, ട്രൈ എന്ന് കൊടുക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക, ഓപ്പൺ ക്ലോസ് എടുക്കുക, എന്നിട്ട് ക്യാച്ച് എന്ന് എടുക്കുക. ക്യാച്ചിൻ്റെ അകത്ത് ഇവിടെ ഒരു ഓപ്പൺ ക്ലോസ് ഒരു ഫംഗ്ഷൻ രൂപത്തിൽ എഴുതുക, അതിൻ്റെ അകത്ത് പാരാമീറ്റർ എക്സെപ്ഷൻ എന്ന് കൊടുക്കുക. ഇത് ജനറൽ എക്സെപ്ഷൻ ആണ് ഈ. ഓക്കെ, എന്നിട്ടൊരു ബ്ലോക്ക് ഓപ്പൺ ചെയ്യുക, ക്യാച്ചോടെ ക്ലോസ് ചെയ്യുക. ഒരൊറ്റ ട്രൈ ബ്ലോക്ക്, ഒറ്റ എക്സെപ്ഷൻ ക്യാച്ചിൻ്റെ ബ്ലോക്ക്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്ത് എറർ വന്നത് അതുമായി ബന്ധപ്പെട്ട ഇൻഫർമേഷൻ എന്തുണ്ടാവും, ഈ ഇൻ്റെ അകത്തുണ്ടാവും. അപ്പോൾ നമുക്ക് e.get മെസ്സേജ് എന്ന് പറഞ്ഞാൽ മെസ്സേജ് കിട്ടും. അതല്ലെങ്കിൽ e.print സ്റ്റാക്ക് ട്രേസ് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും, ആ എറർ അവിടെ നമ്മുടെ ലോഗിലോ പ്രിന്റ് ചെയ്യും. ഓക്കെ, ഈ രൂപത്തിലാണ് ട്രൈ ക്യാച്ച് നമ്മൾ യൂസ് ചെയ്യാം. പിന്നെ അതിൻ്റെ തിയറി ഏരിയ നോക്കുകയാണെങ്കിൽ നമുക്ക് എക്സെപ്ഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡെഫിനിഷൻസ് ആണ് പറയുന്നത്. ഇറ്റ്സ് എ പ്രോബ്ലം ദാറ്റ് അറൈസസ് ഡ്യൂറിങ് ദി എക്സിക്യൂഷൻ ഓഫ് എ പ്രോഗ്രാം. ഓക്കെ, അപ്പോൾ നോർമൽ പ്രോഗ്രാമിൻ്റെ ഫ്ലോ പോകുന്ന സമയത്ത് നമുക്ക് ഡിസപ്റ്റ് ചെയ്തുകൊണ്ട് എന്തെങ്കിലും അബ്നോർമൽ ടെർമിനേഷൻ സംഭവിക്കുക, അതായത് അബ്നോർമലായിട്ട് പ്രോഗ്രാം ക്രാഷ് അല്ലെങ്കിൽ ക്ലോസ് ചെയ്യുക എന്നുള്ളതാണ്. ഇനി എക്സെപ്ഷൻ പല കാരണങ്ങൾ കൊണ്ടും സംഭവിക്കാം. ഓക്കെ, യൂസർ തെറ്റായ ഡാറ്റ, ഇപ്പോൾ നമ്മൾ കണ്ട എക്സാമ്പിളാണ്, തെറ്റായ ഡാറ്റ കൊടുത്തു, അല്ലെങ്കിൽ ഒരു ഫയൽ നമുക്ക് ആവശ്യമുണ്ട് പക്ഷേ ഫയൽ ഓപ്പൺ ചെയ്യാൻ പറ്റുന്നില്ല വിചാരിക്കുക, അവിടെ എറർ വരും. അല്ലെങ്കിൽ ജാവ വെർച്വൽ മെഷീന് മെമ്മറി ഔട്ടായി, മെമ്മറി കൂടുതൽ എടുത്തു എന്നിട്ട് റണ്ണായി, പിന്നെ കിട്ടുന്നില്ല. അപ്പം അങ്ങനെയുള്ള ഇഷ്യൂസിലൊക്കെ എന്ത് ചെയ്യും, അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്കിൻ്റെ അകത്ത് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും പകുതിയിൽ നെറ്റ്വർക്ക്. ഇപ്പോൾ വാട്സപ്പൊക്കെ നമുക്കറിയാം ഇല്ലേ, പല സമയത്തും നെറ്റ്വർക്ക് പോകും, പക്ഷേ എന്ത് ചെയ്യുന്നില്ല, നമ്മുടെ പ്രോഗ്രാം ക്ലോസ് ആയി പോകുന്നില്ല. കാരണം എന്താണ്, അവിടെ എക്സെപ്ഷൻസ് എല്ലാം കറക്റ്റായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ നോർമലി പറയുകയാണെങ്കിൽ 2 ടൈപ്പ് എക്സെപ്ഷൻസ് ഉണ്ട്, ചെക്ക്ഡ് എക്സെപ്ഷൻസും അൺചെക്ക്ഡ് എക്സെപ്ഷൻസും. അപ്പോൾ ചെക്ക്ഡ് എക്സെപ്ഷൻ എന്ന് പറഞ്ഞത്രയുള്ളൂ, റൺ ടൈമിൻ്റെ സമയത്ത് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാൻ പറ്റും അങ്ങനെ എക്സെപ്ഷൻ വരാൻ സാധ്യതയുണ്ട് എന്നുള്ളത്. ഓക്കെ, ചെക്ക്ഡ് എക്സെപ്ഷൻ ഈസ് ആൻ എക്സെപ്ഷൻ ദാറ്റ് ഒക്കേഴ്സ് അറ്റ് ദി കമ്പൈൽ ടൈം എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം, സ്പെസിഫൈ ചെയ്ത് പറയാം. ഓക്കെ, ദീസ് ആർ ഓൾസോ കോൾഡ് ആസ് കമ്പൈൽ ടൈം എക്സെപ്ഷൻസ്. ഓക്കെ, ഈ എക്സെപ്ഷൻസിൻ്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അത് നമുക്ക് സിമ്പിളായിട്ട് ഇഗ്നോർ ചെയ്ത് ചെയ്യാൻ പറ്റില്ല കമ്പൈലേഷൻ ടൈമിൽ. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഫയൽ റീഡർ എന്നുള്ളതിൽ. ഓക്കെ, അതിൽ ഫയൽ നോട്ട് ഫൗണ്ട് എക്സെപ്ഷൻ, ഇപ്പോൾ നിങ്ങൾ റീഡ് ചെയ്യുന്ന ഫയൽ അവൈലബിൾ അല്ലെങ്കിൽ എന്ത് ചെയ്യും, ഫയൽ നോട്ട് ഫൗണ്ട് എക്സെപ്ഷൻ. ഇപ്പോൾ ഫയൽ റീഡ് ചെയ്യുന്ന രൂപം എങ്ങനെയാണ് നോർമൽ. ഓക്കെ, നമ്മൾ സീലൊക്കെ ഉള്ള പോലെ തന്നെ ഫയൽ ഈസ് ഈക്വൽ ടു ന്യൂ ഫയൽ, ഫയലിൻ്റെ ആ ഒരു പാത്തും ഫയലിൻ്റെ പേരൂടെ കൊടുക്കും. ഓക്കെ, ഇനി ഫയൽ റീഡർ FR ഈസ് ഈക്വൽ ടു ന്യൂ ഫയൽ റീഡർ ഓഫ് ഫയൽ. അപ്പോൾ ഈ ഒരു പാത്തിലുള്ളത് ഒരു ഫയലിൻ്റെ ഒരു ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റ് ആയിട്ട് ഇവിടെ ക്രിയേറ്റ് ചെയ്തു, അത് നമ്മൾ ഇവിടെ കൊടുത്തു. അപ്പോൾ ഈ ഫയൽ ഓപ്പൺ ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ ആ ഫയൽ അവിടെ ഇല്ലെങ്കിൽ എന്ത് പറയും, ഫയൽ നോട്ട് ഫൗണ്ട് എക്സെപ്ഷൻ എന്ന് പറഞ്ഞ എക്സെപ്ഷൻ വരും. അപ്പോൾ നമ്മൾ നേരത്തെ കൊടുത്തത് ജനറൽ എക്സെപ്ഷൻ ആണ്, എക്സെപ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ എന്തുണ്ട്, ഫയൽ നോട്ട് ഫൗണ്ട് എക്സെപ്ഷൻ എന്നുള്ള എക്സെപ്ഷൻ ഒക്കെ ഉണ്ട്. ഓക്കെ, നമുക്ക് പെർട്ടിക്കുലർ കേസിൽ നമുക്ക് കൊടുക്കാം, നിങ്ങൾക്ക് ഇവിടെ എഴുതിയാൽ കാണാൻ പറ്റും. ഫയൽ നോട്ട് ഫൗണ്ട് എക്സെപ്ഷൻ നിങ്ങൾക്ക് താഴെ കാണാൻ പറ്റും. ഓക്കെ,
ഫയൽ നോട്ട് ഫൗണ്ട് എക്സെപ്ഷൻ. ഓക്കെ, നമ്മൾ ആ ഒരു കേസിലാണ് എന്ത് ചെയ്യുക, ഫയലിൻ്റെ ആ ഒരു കേസിൽ നമ്മൾ കൊടുക്കുക. ഓക്കെ, ഫൈൻ. നമ്മളിവിടെ ത്രോ ചെയ്തിട്ടില്ല, നമുക്കിവിടെ ത്രോ ചെയ്യുമ്പോൾ എന്ത് ചെയ്യാം, ഓക്കെ, ഫയൽ നോട്ട് ഫൗണ്ട് എക്സെപ്ഷൻ എന്ന് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ജനറൽ ആയിട്ടുള്ള എക്സെപ്ഷൻ ഉണ്ട്. ഓക്കെ, അതല്ലെങ്കിൽ എന്തുണ്ട്, ഓരോ പെർട്ടിക്കുലർ ടൈപ്പിന് നമുക്ക് എന്ത് ചെയ്യട്ടെ, പെർട്ടിക്കുലർ ടൈപ്പ് ഓഫ് എക്സെപ്ഷൻ തന്നെ എന്ത് ചെയ്യാം, നമുക്ക് ത്രോ ചെയ്യാൻ പറ്റും. നമ്മളിവിടെ ഈ എക്സാമ്പിൾ കൊടുത്തത് ജനറൽ എക്സെപ്ഷൻ ആണ്. ഓക്കെ, അപ്പോൾ അതാണ് ഫസ്റ്റ് ടൈപ്പ് ഓഫ് എക്സെപ്ഷൻ, ചെക്ക്ഡ് എക്സെപ്ഷൻ. ഇനി രണ്ടാമത്തെ ടൈപ്പ് എക്സെപ്ഷൻ ആണ്, അത് നമുക്ക് റൺ ടൈമിലാണ് പറയാൻ പറ്റുള്ള എക്സെപ്ഷൻ വരാൻ സാധ്യത ഉണ്ടോ ഇല്ല എന്നുള്ളത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഈ ഫയൽ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ ഫയൽ ഓപ്പൺ ചെയ്യണം യൂസ് ചെയ്യുന്ന സമയത്ത്. ഓക്കെ, അപ്പോൾ യൂസറുടെ അബദ്ധം കൊണ്ട് യൂസർ ഫയൽ ഓപ്പൺ ചെയ്യാതെ എന്ത് ചെയ്യണം, റീഡ് ചെയ്യാൻ ശ്രമിക്കുകയാണ്, അല്ലെങ്കിൽ ഫയൽ ക്ലോസ് ചെയ്തതിനു ശേഷം വീണ്ടും റീഡ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അതല്ലെങ്കിൽ ഒരു അറേ ക്രിയേറ്റ് ചെയ്തിട്ട് അറേൻ്റെ അറേ ഔട്ട് ഓഫ് ബൗണ്ട് ഇൻഡെക്സ്, അതായത് അറേൻ്റെ സൈസ് ആകെ ഇത്രേ ഉള്ളൂ, 1 2 3 4 സൈസ് ഉള്ളൂ. പക്ഷെ നമ്മൾ അറേ ഇപ്പം നം ഓഫ് 0 എന്ന് പറഞ്ഞാൽ ആദ്യത്തെ വരും, നം ഓഫ് 1 നം ഓഫ് 2 നം ഓഫ് 3 എന്ന് പറഞ്ഞാൽ അങ്ങനെ വരും. നം ഓഫ് 5 എന്ന് എടുക്കണം. അപ്പോൾ എന്താ, ഈ അറേൻ്റെ അകത്ത് ഇല്ലാത്തൊരു ഇൻഡെക്സിലാണ് എന്ത് ചെയ്യുന്നത്, വാല്യൂ എടുക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ എന്താണ്, യൂസറുടെ എററാണ്, റൺ ടൈമിൽ വരുന്ന എററാണ് അല്ലേ. അപ്പോൾ അത് എന്താണ്, അൺചെക്ഡ് എക്സെപ്ഷൻ, അതല്ലെങ്കിൽ റൺ ടൈം എക്സെപ്ഷൻ എന്ന് പറയും. ഓക്കെ, ഡെഫിനേഷൻ പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് എൻ എക്സെപ്ഷൻ ദാറ്റ് ഒക്കേഴ്സ് അറ്റ് ദി ടൈം ഓഫ് എക്സിക്യൂഷൻ. മറ്റേത് ടൈം ഓഫ് കമ്പൈലേഷൻ ആണെങ്കിൽ ഇതെന്താണ്, ടൈം ഓഫ് എക്സിക്യൂഷൻ, എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത്, റൺ ചെയ്യുന്ന സമയത്ത് വരുന്ന എക്സെപ്ഷൻസ് എന്നാണ് എന്ത്, അൺചെക്ഡ് എക്സെപ്ഷൻസ് വരിക. ഓക്കെ, അപ്പം എക്സെപ്ഷൻ നോർമലി ഒരു ഹൈറാർക്കി ഇങ്ങനെയാണ് വരിക. java.lang-ൻ്റെ അകത്താണ് ഈ എക്സെപ്ഷൻസിൻ്റെ കാര്യങ്ങളെല്ലാം ഉള്ളത്. അതിലൊരു ഒബ്ജക്റ്റ് ത്രോയബിൾ. ഓക്കെ, ത്രോയബിളിൻ്റെ അകത്ത് എറേഴ്സ്, എക്സെപ്ഷൻസ്, എക്സെപ്ഷൻസിൻ്റെ അകത്ത് റൺ ടൈമിലുള്ള എക്സെപ്ഷൻ, അതർ എക്സെപ്ഷൻസ്. ഓക്കെ, IO എക്സെപ്ഷൻ എന്ന് പറഞ്ഞാൽ ഇൻപുട്ട് ഔട്ട്പുട്ട് എക്സെപ്ഷൻ. അപ്പം ബിൽറ്റ് ഇൻ എക്സെപ്ഷൻസ് ആണ് നമ്മൾ നോർമലി യൂസ് ചെയ്യുന്നത്. ഓക്കെ, നേരത്തെ ഒരു ഏറ്റവും ജനറൽ ആയിട്ടുള്ള എക്സെപ്ഷൻ നമ്മൾ കണ്ടു. ഓക്കെ, എക്സെപ്ഷൻ എന്നുള്ള ഡയറക്റ്റ് നമ്മൾ കൊടുത്തത്. ഇനി ഇവിടെ വ്യത്യസ്തമായ എക്സെപ്ഷൻസ് ഉണ്ട്. അരിത്തമെറ്റിക് എക്സെപ്ഷൻ, അരിത്തമെറ്റിക്കൽ എറേഴ്സ് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ, ലൈക്ക് ഡിവൈഡ് ബൈ 0 കൊന്നു കഴിഞ്ഞാൽ ആ എക്സെപ്ഷൻ നമുക്ക് എന്ത് ചെയ്യാം, കോൾ ചെയ്യാൻ പറ്റും. അറേ ഇൻഡെക്സ് ഔട്ട് ഓഫ് ബൗണ്ട് എക്സെപ്ഷൻ, ആ പേരിൽ തന്നെ അതുണ്ട്. ഓക്കെ, ഒരു അറേൻ്റെ ഇൻഡെക്സ് അതിലില്ലാത്ത യൂസ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ആ ഒരു എക്സെപ്ഷൻ കോൾ ചെയ്യപ്പെടും. അറേ സ്റ്റോർ എക്സെപ്ഷൻ, അസൈൻമെന്റ് ടു എൻ അറേ എലമെന്റ് ഓഫ് എൻ ഇൻകമ്പാറ്റബിൾ ടൈപ്പ്. ഒരു ഇൻറ്റീജർ അറേ നിങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ട് അതിലേക്ക് ഒരു ഒരു സ്ട്രിങ് അതിലേക്ക് പാസ് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ അവിടെ ഇഷ്യൂസ് വരാം. അപ്പോൾ എക്സെപ്ഷൻ. ക്ലാസ് കാസ്റ്റ് എക്സെപ്ഷൻ, ഒരു ക്ലാസിൻ്റെ ടൈപ്പിൽ നിന്ന് വേറെ ക്ലാസ്സിലേക്ക് കാസ്റ്റ് ചെയ്യുക, അതിന് ഇൻകമ്പാറ്റബിൾ ആണെങ്കിൽ ആ രൂപത്തിൽ. ഇല്ലീഗൽ ആർഗ്യുമെന്റ് എക്സെപ്ഷൻ, ആർഗ്യുമെന്റ്സ് റോങ് ആയിട്ട് കൊടുത്തിട്ട് ഫംഗ്ഷൻസിനെ കോൾ ചെയ്യും, മെത്തേഡ്സിനെ കോൾ ചെയ്യും. ഓക്കെ, അപ്പോൾ അതുപോലെ ഒരുപാട് ടൈപ്പ് എക്സെപ്ഷൻസ് ഉണ്ടാവും. അതിൽ കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, നോട്ട് ചെയ്യുക. ഓക്കെ, എക്സെപ്ഷൻസിൻ്റെ കാര്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ തിയറി ആയിട്ട് അത് എഴുതാം, എക്സാമ്പിളും എഴുതാം. ഓക്കെ, ചെക്ക്ഡ് എക്സെപ്ഷനിൽ വരുന്നതാണ് ഈ ഒരു ക്ലാസ് നോട്ട് ഫൗണ്ട് എക്സെപ്ഷൻ, ക്ലോൺ നോട്ട് സപ്പോർട്ട് എക്സെപ്ഷൻ. ഒക്കെ ഒരു ക്ലാസ് വേറെ ക്ലാസ്സിലേക്ക് ക്ലോൺ ചെയ്യുമ്പോൾ ഓക്കെ, നമ്മൾ നോർമലി എല്ലാ സമയത്തും യൂസ് ചെയ്യില്ല, ഡെപ്ത് സമയത്താണ് യൂസ് ചെയ്യുക. ബട്ട് സ്റ്റിൽ അതിൻ്റെ ഒരു ഓവറോൾ ഐഡിയ എന്ത് ചെയ്യണം, നിങ്ങളുടെ കയ്യിൽ വേണം. ഓക്കെ, ഇനി നമ്മൾ നേരത്തെ കണ്ടൊരു ഡോട്ട് ഗെറ്റ് മെസ്സേജ് എന്ന് കൊടുത്തില്ലേ, ഈ ഡോട്ട് ഗെറ്റ് മെസ്സേജ് എന്നുള്ള അവിടെ കൊടുത്തില്ലേ, ഈ ഡോട്ട് ഗെറ്റ് മെസ്സേജ്. അപ്പോൾ ഈക്ക് എന്തുണ്ട്, ഈ എന്നുള്ളതിന് ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്, ഓരോന്നിനും ഓരോ പ്രത്യേകത ഉള്ളത്. ഈ ഡോട്ട് ഗെറ്റ് മെസ്സേജ് എന്നാണെങ്കിൽ നമുക്ക് റിട്ടേൺസ് എ ഡീറ്റെയിൽഡ് മെസ്സേജ് അബൌട്ട് എക്സെപ്ഷൻ ദാറ്റ് ഒക്കേർഡ്. ഓക്കെ, ഗെറ്റ് കോസ് എന്ന് പറഞ്ഞാൽ റിട്ടേൺസ് കോസ് ഓഫ് ദി എക്സെപ്ഷൻ ആസ് റിപ്രസെൻറ്റഡ് ബൈ ത്രോയബിൾ ഒബ്ജക്റ്റ്. ഓക്കെ, അതിനുള്ളൊരു കാരണം എന്താണെന്നുള്ളത് അവിടെ പ്രിന്റ് ചെയ്ത് വരും. ഡോട്ട് ടു സ്ട്രിങ്, ഓക്കെ, റിട്ടേൺ ദി ഗെറ്റ് മെസ്സേജ് എന്നുള്ളതിനെ തന്നെ എന്ത് ചെയ്യും, കോൺകാറ്റനേറ്റ് ചെയ്ത് വരും. പ്രിന്റ് സ്റ്റാക്ക് ട്രേസ്, അതെന്ത് ചെയ്യും, സിസ്റ്റം ഡോട്ട് എറർ പ്രിന്റ് ചെയ്ത് കാണിക്കുകയാണ് ചെയ്യുക. ഓക്കെ, നമ്മൾ നേരത്തെ എക്സാമ്പിൾ കണ്ടു. ഗെറ്റ് സ്റ്റാക്ക് ട്രേസ്, ഓക്കെ, അറേ കണ്ടെയ്നിങ് ഈച്ച് എലമെന്റ് ഓൺ ദി സ്റ്റാക്ക് ട്രേസ്. ഒരു അറേ ആയിട്ടാണ് കിട്ടുക. സ്റ്റാക്ക് ട്രേസിൽ നമ്മൾ എക്സാമ്പിൾ നേരത്തെ ഇവിടെ കണ്ടല്ലോ, ഔട്ട്പുട്ട് കണ്ടല്ലോ. ഓക്കെ, ഇവിടെ കണ്ടല്ലോ, ഒരു അറേയിലായിട്ട് എന്ത് ചെയ്യും, ഇതിൽ ഓരോന്നായിട്ട് നമുക്ക് ലഭിക്കും. ഓക്കെ, ഫ്ലിന്റ് സ്റ്റാക്ക് ട്രേസ്, throwable object with current stack trace adding to any previous information. അപ്പോൾ നോർമലി നമ്മൾ യൂസ് ചെയ്യും ഗെറ്റ് മെസ്സേജും പ്രിന്റ് സ്റ്റാക്ക് ട്രേസ് ഒക്കെ നോർമലി യൂസ് ചെയ്യാം. ഓക്കെ, ബാക്കിയുള്ളത് നോർമലി നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതാണ് എക്സെപ്ഷൻ്റെ കേസിൽ നമുക്ക് പറയാനുള്ളത്. ഓക്കെ, നോർമൽ
സിമ്പിളായിട്ടുള്ള ട്രൈ ക്യാഷിൻ്റെ രൂപം എങ്ങനെയാണ്? ട്രൈ ബ്ലോക്ക് കൊടുക്കുക, ഓക്കെ, പിന്നെ ക്യാച്ച് ബ്ലോക്ക് കൊടുക്കുക. ക്യാഷിൻ്റെ അകത്ത് എന്ത് ചെയ്യുക? ഓപ്പൺ ക്ലോസ് കൊടുക്കുക, ഓക്കെ. അപ്പോൾ ഇങ്ങനെയാണ് എന്ത് ചെയ്യുക? ട്രൈ ബ്ലോക്ക്, ക്യാച്ച് ബ്ലോക്ക്. അപ്പോൾ ട്രൈൻ്റെ അകത്ത് എന്തെങ്കിലും ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ അതിനെ പിടിച്ചിട്ട് എന്ത് ചെയ്യും? അവിടുന്ന് ബ്രേക്ക് ചെയ്യും, ക്യാഷിൻ്റെ അകത്തേക്ക് വരും, ക്യാച്ച് ബ്ലോക്കിലേക്ക് വരും. അതല്ലെങ്കിൽ ക്യാച്ച് ബ്ലോക്കിലേക്ക് വരില്ല. ട്രെയിനിൻ്റെ അകത്ത് എല്ലാം ഓക്കെ ആയിട്ട് വർക്ക് ചെയ്താൽ, എല്ലാ കോഡും ഓക്കെ ആണെങ്കിൽ എല്ലാം വർക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യും? ക്യാച്ചിലേക്ക് വരാതെ താഴേക്ക് പോകും, എന്നിട്ട് ബാക്കിയുള്ള കോഡ് എക്സിക്യൂട്ട് ചെയ്ത് പോകണം ചെയ്യാം. ഓക്കെ, എറർ വന്നു കഴിഞ്ഞാൽ, ട്രൈ ബ്ലോക്കിൻ്റെ അകത്ത് എറർ വന്നു കഴിഞ്ഞാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? ക്യാച്ച് ബ്ലോക്കിലേക്ക് പോകുള്ളൂ. അപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിളാണുള്ളത്, നേരത്തെ കാണിച്ചതുപോലെ തന്നെ ഒരു അറേ ഡിക്ലെയർ ചെയ്തു, ഇൻറ്റീജർ അറേ ഡിക്ലെയർ ചെയ്തു, ഓക്കെ. എന്നിട്ട് അതിൻ്റെ അറേ ഔട്ട് ഓഫ് ബൗണ്ട് കൊടുത്തു. A(3), A(2) നമ്മൾ എന്ത് ഡിക്ലെയർ ചെയ്തിട്ടുള്ളൂ, പക്ഷെ ഇവിടെ A(3) ആക്സസ് ചെയ്യാൻ ശ്രമിച്ചു. അപ്പോൾ അവിടെ എന്ത് ചെയ്യും? സ്വാഭാവികമായിട്ട് എറർ വരും. അപ്പോൾ നമ്മളിവിടെ കൊടുത്ത എക്സെപ്ഷൻ എന്താ? അറേ ഇൻഡെക്സ് ഔട്ട് ഓഫ് ബൗണ്ട് എക്സെപ്ഷൻ കൊടുത്തു, അല്ലേ? നമുക്ക് ഈ ഇത് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇതുപോലെ യൂസ് ചെയ്യാം. ഓക്കെ, സോ ലെറ്റ്സ് ട്രൈ. അതായത് ജനറൽ എക്സെപ്ഷൻ ഉപയോഗിച്ചാലും മതി, അല്ലെങ്കിൽ നമുക്ക് ഓരോ പെർട്ടിക്കുലർ ടൈപ്പിന് പെർട്ടിക്കുലർ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ലൈക്ക് ഓരോന്നിനും ഓരോ ടൈപ്പ് എക്സെപ്ഷൻ ഉണ്ട്. ആ പെർട്ടിക്കുലർ ടൈപ്പ് എക്സെപ്ഷൻ നമുക്ക് എന്ത് ചെയ്യാം? യൂസ് ചെയ്യാം. ഓക്കെ, സോ ഓക്കെ, exception thrown Java lang array index out of bound exception out of block. ഓക്കെ, അപ്പോൾ ഇതാണ് ഇവിടെ വന്നിട്ടുള്ള എക്സെപ്ഷൻ വന്നത്. ഫൈൻ, അറേ ഇൻഡെക്സ് ഔട്ട് ഓഫ് ബൗണ്ട് എക്സെപ്ഷൻ. ഇതിന് പകരം നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? നോർമൽ എക്സെപ്ഷൻ യൂസ് ചെയ്യാം. ഓക്കെ ഓക്കെ, അപ്പോൾ ഇത് വരും. അപ്പോൾ നമുക്ക് എന്താ വെച്ചാൽ മൾട്ടിപ്പിൾ ക്യാഷ് എന്നുള്ള സംഭവമുണ്ട്. അതായത് ഒരു ടൈപ്പ് അല്ല, ഏത് ടൈപ്പാണോ നമ്മുടെ എറർ വന്നത് ആ ടൈപ്പ് ആകുമ്പോൾ പ്രത്യേക തരം മെസ്സേജ് നമുക്ക് പ്രിന്റ് ചെയ്യണം, പ്രത്യേക കാര്യങ്ങൾ ചെയ്യണമെന്ന് വിചാരിക്കാം. അപ്പോൾ നമുക്ക് ഒരു ട്രൈൻ്റെ അകത്ത് മൾട്ടിപ്പിൾ ക്യാച്ചുകളൊക്കെ, ഒരു ക്യാച്ചിൻ്റെ അകത്ത് സിമ്പിൾ എക്സെപ്ഷൻ, വേറൊന്നിൻ്റെ അകത്ത് അറേ ഇൻഡെക്സ് ഔട്ട് ഓഫ് ബൗണ്ട് എക്സെപ്ഷൻ, വേറൊരു ക്യാച്ചിൻ്റെ അകത്ത് ഇതേ ട്രൈക്ക് തന്നെ മൂന്നാമത് വേറെ ക്യാച്ചിന് ഫയൽ നോട്ട് ഫൗണ്ട് എക്സെപ്ഷൻ, ഓക്കെ. അങ്ങനെ ഡിഫറെൻറ്റ് നെറ്റ്വർക്ക് എക്സെപ്ഷൻ അങ്ങനെ കൊടുക്കാം. അപ്പോൾ ഓരോന്നിനും ഓരോ ഒറ്റ ട്രൈക്കിന് എന്ത് ചെയ്യാം? മൾട്ടിപ്പിൾ ക്യാച്ചുകൾ നമുക്ക് കൊടുക്കാം. അതാണ് ഇവിടെ കാണിക്കുന്നത്, മൾട്ടിപ്പിൾ ക്യാച്ച് ബ്ലോക്സ്. ഇപ്പോൾ ഒരു ട്രൈ കൊടുത്തു. അപ്പോൾ ആദ്യത്തെ എക്സെപ്ഷൻ എന്താ? എക്സെപ്ഷൻ ടൈപ്പ് 1, രണ്ടാമത്തെ എക്സെപ്ഷൻ ടൈപ്പ് 2, മൂന്നാമത്തെ എക്സെപ്ഷൻ ടൈപ്പ് 3. അപ്പോൾ ഏത് ടൈപ്പ് എക്സെപ്ഷൻ ആണോ അവിടെ വന്നത് വെച്ചാൽ അതിൻ്റെ അകത്തേക്ക് എന്ത് ചെയ്യും? അതിലേക്ക് ജമ്പ് ചെയ്യും. ഓക്കെ, ഫയൽ കാണാത്തതുകൊണ്ടാണ് എന്ത് ചെയ്യുക? ഫയൽ നോട്ട് ഫൗണ്ട് എക്സെപ്ഷൻ നമ്മളിത് കൊടുത്ത് വെച്ചേക്കുക, ഫയൽ നോട്ട് ഫൗണ്ട് എക്സെപ്ഷൻ എന്ന് പറയും, അല്ലെങ്കിൽ അടുത്തതിലേക്ക് പോകും. ഓക്കെ, അപ്പോൾ ഡിഫറെൻറ്റ് ഒറ്റ ട്രൈക്കിന് എന്ത് ചെയ്യുക? മൾട്ടിപ്പിൾ ക്യാച്ച് കൊടുക്കാം. ഒന്നുമില്ല, ഏത് ടൈപ്പാണോ വന്നിട്ടുള്ളത് ആ ടൈപ്പ് എക്സെപ്ഷൻ കൊടുക്കാം. അപ്പോൾ ഇവിടെ നിന്ന് കാണാം ക്യാച്ചിൻ്റെ അകത്ത് ഫയൽ നോട്ട് ഫൗണ്ട് എക്സെപ്ഷൻ കാണാൻ പറ്റും, അല്ലേ? ഓക്കെ, ആദ്യത്തെ ക്യാച്ച് ഇൻപുട്ട് ഔട്ട്പുട്ട് എക്സെപ്ഷൻ, IO എക്സെപ്ഷൻ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പോൾ ഇവിടെ ഇത്രേ ഉള്ളൂ, നമ്മുടെ ട്രൈ എന്ന് കൊടുത്തു, അല്ലേ? അതുപോലെ ക്യാച്ച് ട്രൈ കൊടുത്താൽ എന്ത് ചെയ്യണം? നിർബന്ധമായിട്ടും ക്യാച്ച് വേണം. എക്സെപ്ഷൻ E. ഓക്കെ, അപ്പം ഒരു ട്രൈ ഉണ്ട്, ഓക്കെ, ട്രൈ ബ്ലോക്ക് ഉണ്ട്, ഇവിടെ ഒരു ക്യാച്ച് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത് ഫസ്റ്റ് ക്യാച്ചാണ്. ഇനി നമുക്ക് അടുത്ത ക്യാച്ച് കൊടുക്കാം, ക്യാച്ച്. ഓക്കെ, ഫയൽ നോട്ട് ഫൗണ്ട് എക്സെപ്ഷൻ E2. ഓക്കെ, ഇത് രണ്ടാമത്തെ ക്യാച്ച്. ഇനി മൂന്നാമത്തെ ക്യാച്ച്, ക്യാച്ച് IO ഇൻപുട്ട് ഔട്ട്പുട്ട് എക്സെപ്ഷൻ, IO എക്സെപ്ഷൻ E3. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒറ്റ ട്രൈ തന്നെ ഇതിൻ്റെ അകത്ത് കുറേ കോഡ് വരും. ഓക്കെ, ഇവിടെ എന്താണ് എറർ വരുന്നത് അതനുസരിച്ചിട്ട് എന്ത് ചെയ്യാം? ഏത് ടൈപ്പ് എറർ വരാമല്ലോ. അപ്പോൾ ഇവിടെ വരുന്ന എറർ അനുസരിച്ചിട്ട് എന്ത് ചെയ്യും? ഏത് ടൈപ്പ് എക്സെപ്ഷൻ ഉള്ളത് ആ ടൈപ്പ് എക്സെപ്ഷൻ്റെ അകത്തേക്ക് ജമ്പ് ചെയ്യാൻ നോർമലി ചെയ്യാം. ഓക്കെ, അതാണ് ട്രൈ ക്യാച്ച് എക്സെപ്ഷൻ എന്നുള്ളത്. പിന്നെ അതിൻ്റെ അകത്ത് ഒരു കാര്യം കൂടി ഉണ്ട്, ഫൈനൽ ബ്ലോക്ക് എന്നുള്ളത്. ഫൈനലിൽ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇപ്പം ഈ ട്രൈൻ്റെ അകത്ത് പോയി, ഓക്കെ, ഇതിൽ എറർ വന്നാലും വന്നിട്ടില്ലെങ്കിലും നിർബന്ധമായിട്ടൊരു ബ്ലോക്കിലേക്ക് പോകണം നമ്മൾ പറയുന്നത്, അതാണ് ഫൈനൽ ബ്ലോക്ക്. അത് നോർമലി നമ്മൾ ഈ ഡാറ്റാബേസ് കണക്ഷൻ, നെറ്റ്വർക്ക് കണക്ഷനിലൊക്കെ ചില സമയത്ത് എറർ വരും, ലൈക്ക് ദിസ്. ഓക്കെ, ട്രൈ അതിൽ ക്യാച്ച് കൊടുത്തു, എക്സെപ്ഷൻ E.
ഓക്കെ. ഇനി നമുക്ക് എന്തെങ്കിലും പ്രത്യേക കാര്യം നമ്മൾ ഇവിടെ ഓപ്പൺ ചെയ്തിട്ടുണ്ട് വിചാരിക്കാം. ഓക്കെ, ഫയൽ f is equal to new ഫയൽ. ഓക്കെ, ഒരു ഫയലിന് പേരെടുത്തിട്ടുണ്ട് f ഡോട്ട്. ഓക്കെ, ഇനി നമ്മളിവിടെ ഈ ഫയൽ ക്ലോസ് ചെയ്യണമെന്ന് വിചാരിക്കാം. അപ്പം നമുക്കറിയില്ല ഈ ട്രൈ ക്യാച്ച് കംപ്ലീറ്റ് ആയിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത്. ചിലപ്പോൾ ട്രൈൻ്റെ അകത്ത് പകുതി എത്തിയ സമയത്ത് ക്രാഷ് ആയിട്ട് വന്നിട്ട് ക്യാച്ചിൻ്റെ അകത്ത് വന്നിട്ടുണ്ടാകും. അപ്പോൾ ട്രെയിനിൻ്റെ അകത്ത് വന്ന് കംപ്ലീറ്റ് ചെയ്താലും അതല്ലെങ്കിൽ ക്യാച്ചിൻ്റെ അകത്ത് ഫുള്ള് വന്നാലും ഇല്ലെങ്കിലും നമുക്ക് എന്ത് ചെയ്യണം, ഫൈനലി എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ഓക്കെ, ഫൈനലിൻ്റെ പ്രത്യേകം എന്താ പറഞ്ഞാൽ ദി കോഡ് വിൽ surely be executed inside finally ബ്ലോക്കിൻ്റെ അകത്തുള്ള കോഡ് നിർബന്ധമായിട്ട് എന്ത് ചെയ്യും, എക്സിക്യൂട്ട് ചെയ്യപ്പെടും. ഇനി ട്രെയിനിൻ്റെ അകത്ത് കംപ്ലീറ്റ് ചെയ്താലും ഇല്ലെങ്കിലും ക്യാഷിൻ്റെ അകത്ത് വന്നാലും ഇല്ലെങ്കിലും എന്ത് ചെയ്യും, ഫൈനലിൻ്റെ അകത്തുള്ള കോഡ് നിർബന്ധമായിട്ട് എന്ത് ചെയ്യും, വർക്ക് ചെയ്യും. അതിന് വേണ്ടിയിട്ടാണ് ഫൈനലി. നോർമലി നമുക്ക് റിസോഴ്സുകളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് ക്ലോസ് ആയി, അതായത് അതിനെ ഡി അലോക്കേറ്റ് ചെയ്തു എന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുക, നമ്മൾ ഫൈനലി കൊടുക്കും. ഇപ്പോൾ ഡാറ്റാബേസ് കണക്ഷനൊക്കെ നമ്മളിവിടെ ഓപ്പൺ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഓപ്പൺ ചെയ്തിട്ട് യൂസ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ബ്രേക്ക് ആയിട്ടുണ്ടാവും. ബ്രേക്കായിട്ട് നമ്മൾ ചിലപ്പോൾ ഈ ട്രെയിനിൻ്റെ അകത്ത് അവസാനമായിരിക്കും നോർമലി എന്ത് ചെയ്യുക, ഡാറ്റാബേസ് ക്ലോസ് ചെയ്യാനുള്ള കോഡ് എഴുതാം അല്ലേ. പക്ഷേ പകുതിയിൽ എന്ത് ചെയ്തിട്ട് ട്രെയിനിൻ്റെ അകത്ത് എറർ വന്നിട്ട് എക്സിറ്റ് ആയി പോയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും, പിന്നെ ആ ഡാറ്റാബേസ് കണക്ഷൻ ക്ലോസ് ആയിട്ടുണ്ടാവില്ല. അങ്ങനെ ഇഷ്യൂസ് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ക്ലോസ് ചെയ്യുന്ന സാധനങ്ങൾ നമ്മൾ എന്ത് ചെയ്യും, ഈ ഫൈനലിൻ്റെ അകത്ത് എഴുതും. അപ്പോൾ എന്തായാലും ട്രൈ കംപ്ലീറ്റ് ആയാലും ക്യാച്ചിലേക്ക് വന്നാലെങ്കിലൊക്കെ എന്ത് ചെയ്യും, ക്ലോസ് ചെയ്യാനുള്ള കോഡ് എന്തായാലും നിർബന്ധമായിട്ട് വർക്ക് ചെയ്യും. ഓക്കെ, അപ്പോൾ അതിനാണ് ഫൈനലി എന്നുള്ള യൂസ് ചെയ്യുക. നമ്മൾ നോർമലി എപ്പോഴും യൂസ് ചെയ്യുക ട്രൈ ക്യാച്ച് ഫൈനലി എന്നുള്ള രൂപമാണ് യൂസ് ചെയ്യുക. ഓക്കെ, പിന്നെ ചില സമയത്ത് നമുക്ക് ഫൈനലി ആവശ്യം ഉണ്ടാവില്ല, ഇല്ലെങ്കിൽ നമുക്കത് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല, നിർബന്ധമല്ല. എന്തായാലും ക്യാച്ച് എന്നുള്ളത് എന്താണ്, നമുക്ക് നിർബന്ധമായിട്ട് വേണം. ക്യാച്ച് ഇല്ലെങ്കിൽ എന്ത് ചെയ്യും, അവിടെ എററായിട്ട് കാണിക്കും. ഓക്കെ, ട്രൈ ക്യാച്ച് ഫൈനലിൻ്റെ രൂപമാണ്. ഓക്കെ, അപ്പോൾ അതാണ് മൾട്ടിപ്പിൾ ക്യാച്ച് എന്താണ് നമ്മൾ പറഞ്ഞു, അതുപോലെ ഫൈനലി ബ്ലോക്ക് എന്താണെന്ന് നമ്മൾ പറഞ്ഞു. ഓക്കെ, റെഡി. അപ്പം ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് നോർമലി അതിൻ്റെ അകത്ത് പറയാനുള്ളത്. ഓക്കെ, ട്രൈ ക്യാച്ച് എന്താണെന്ന് പറഞ്ഞു, ചെക്ക്ഡ് എക്സെപ്ഷൻ, അൺചെക്ക്ഡ് എക്സെപ്ഷൻ എന്താ പറയുക, ട്രൈ ബ്ലോക്ക് ഉണ്ട്, ക്യാച്ച് ക്ലോസ് ഉണ്ട്, മൾട്ടിപ്പിൾ ക്യാച്ച് ഉണ്ട്. ഒരു ട്രൈക്ക് മൾട്ടിപ്പിൾ ക്യാച്ച് കൊടുക്കാം. ഒരു ട്രൈ ക്യാച്ചിൻ്റെ അകത്ത് വീണ്ടും ട്രൈ ക്യാച്ച് കൊടുക്കാം. ഓക്കെ, ഒരു ട്രൈ കൊടുത്തു, അതിനകത്ത് നമുക്ക് വീണ്ടും ട്രൈ ക്യാച്ച് കൊടുക്കാമെന്ന് വിചാരിക്കാം. കുഴപ്പമില്ല, നമുക്ക് എത്ര ട്രൈ ക്യാച്ച് നമുക്ക് എന്ത് ചെയ്യാം, കൊടുക്കാം. ഇവിടെ ട്രൈ ക്യാച്ച് എക്സെപ്ഷൻ E2. ഓക്കെ, വേറെ ട്രൈ ക്യാച്ച് കൊടുത്തില്ലേ, ഇതിനകത്ത് വേറെ ഒരു ട്രൈ ക്യാച്ച് നമ്മൾ കൊടുത്തു. ഓക്കെ, അതിനകത്ത് നമുക്ക് എന്ത് ചെയ്യും, വീണ്ടും വേറെ ട്രൈ ക്യാച്ചൊക്കെ കൊടുക്കാം. ഓക്കെ, അങ്ങനെ അത്ര നെസ്റ്റഡ് ആയിട്ട് അതിൻ്റെ അകത്ത് നമുക്ക് എന്ത് ചെയ്യും, വീണ്ടും അങ്ങനെ കൊടുക്കാം. അപ്പോൾ അതിനാണ് എന്ത് ചെയ്യുക, നെസ്റ്റഡ് ട്രൈ ക്യാച്ച് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇറ്റ് ഈസ് ആക്ച്വലി പോസിബിൾ ഇൻ ജാവ എന്നാണ് നിങ്ങൾ കാണാൻ പറ്റും. ഓക്കെ, സോ മൾട്ടിപ്പിൾ ഹൈറാർക്കി അല്ല, അത് നമുക്ക് ചില സമയത്തെ ആവശ്യം വരുള്ളൂ, ആ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, അത് യൂസ് ചെയ്യാം. അതും അതിൻ്റെ ഒരു ഫീച്ചറാണ് എന്ന് നമ്മൾ എന്ത് ചെയ്യുക, ജസ്റ്റ് മനസ്സിലാക്കാം. ഓക്കെ, ത്രോസ് എന്നുള്ളത് നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഫംഗ്ഷൻ്റെ അകത്ത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു ഫംഗ്ഷൻ്റെ അകത്ത് നമ്മൾ എറർ വരാൻ സാധ്യത ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, കമ്പൈലർ മുൻകൂട്ടി പറഞ്ഞു കൊടുക്കണം ത്രോസ് എക്സെപ്ഷൻ എന്നുള്ളത്. ഓക്കെ, അത് ഏത് ടൈപ്പ് എക്സെപ്ഷൻ ആണ്, ആ ടൈപ്പ് എക്സെപ്ഷൻ വരാൻ സാധ്യത ഉണ്ടെങ്കിൽ ആ ടൈപ്പ് എക്സെപ്ഷൻ നമുക്ക് പറഞ്ഞു കൊടുക്കാം. അപ്പോൾ അരിത്തമെറ്റിക് എക്സെപ്ഷൻ ആണെങ്കിൽ എന്ത് ചെയ്യാം, അരിത്തമെറ്റിക് എക്സെപ്ഷൻ അങ്ങനെ കൊടുക്കാം, ത്രോസ്. ഓക്കെ, അതായത് ഇത് പറയുന്നത് എന്താ വെച്ചാൽ ഇങ്ങനൊരു എക്സെപ്ഷൻ ഈ ഫംഗ്ഷൻ്റെ അകത്ത് കൊടുക്കാൻ സാധ്യത ഉണ്ട് എന്നുള്ളതാണ്. ഓക്കെ, ഇനിയിപ്പോൾ നിങ്ങൾ ട്രൈ ക്യാച്ച് യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ ചില സമയത്ത് നിങ്ങൾ ഇപ്പോൾ എസ്പെഷ്യലി ബഫേർഡ് റീഡർ വെച്ചിട്ട് റീഡ് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ അവിടെ എന്ത് ചെയ്യും, ഒരു എറർ കാണിക്കും. അവർ പറയും യു ഷുഡ് മെൻഷൻ ദിസ് എന്ന് പറയും. അതായത് ത്രോസ് എന്ന് വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, മെൻഷൻ ചെയ്യണം, അവിടെ എക്സെപ്ഷൻ വരാൻ സാധ്യതയുണ്ട്. കാരണം യൂസറെ കയ്യിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു വാല്യൂ റീഡ് ചെയ്യാണ് ബഫേർഡ് റീഡർ അല്ലെങ്കിൽ നെക്സ്റ്റിൻ്റെ ഒക്കെ യൂസ് ചെയ്തിട്ട്. അപ്പോൾ ആ സമയത്ത് എന്ത് ചെയ്യും, നിർബന്ധമായിട്ട് ഇത് കൊടുക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, കമ്പൈലർ നമ്മളോട് ആവശ്യപ്പെടും. ഓക്കെ, ത്രോസ് ആൻഡ് ഫൈനലി വി ഹാവ് ഓൾറെഡി ഡിസ്കസ്ഡ്. ഓക്കെ, സോ ദാറ്റ്സ് അബൌട്ട് എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ്. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം, ഈ കാര്യങ്ങളെല്ലാം ചെയ്ത് നോക്കാം. ഓക്കെ, അതിൻ്റെ നോട്ട് ചെറിയ നോട്ട് എഴുതിയിട്ട് എന്ത് ചെയ്യും, നിങ്ങൾ
സബ്മിറ്റ് ചെയ്യാം. ഓക്കെ ഫൈൻ, താങ്ക് യു.